ഞാൻ അച്ചായൻ്റെ മൂത്ത മകനാണ്. എൻ്റെ പേര് ബിനു കുര്യൻ. ഞങ്ങളുടെ കുടുംബം ഒരു കാർഷിക കുടുംബത്തിൽപ്പെട്ട കുടുംബമാണ്. അതായത് ഫുള്ളി ഫാമിങ്ങിലായിരുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ. 5ാം തലമുറക്കാരൻ ഞാൻ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ ഫാദർ മുതൽ എനിക്ക് ഓർമ്മയുള്ളൂ. വല്യപ്പച്ചൻ്റെ ചെറിയൊരു ഓർമ്മയുണ്ട്. ബട്ട് ഫാദറിൻ്റെ ഫാദറും ഞാനും ജ്യേഷ്ഠനും. അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മയാണ് എനിക്ക് കുട്ടിക്കാലത്ത് പറയാനുള്ളത്. അപ്പം ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഞങ്ങളെ വളർത്തിയത്. അത് അച്ഛനും അമ്മ സെപ്പറേറ്റ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അമ്മച്ചിയുണ്ട്, അപ്പച്ചനുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ സമൂഹവും ഞങ്ങളെ വളർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാർ, അവരൊക്കെ ഞങ്ങളെ വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൃഷികൾ എൻ്റെ ഓർമ്മയിൽ ഈ മീനും ഇറച്ചി ഒഴിച്ച് ബാക്കിയെല്ലാം ഈ വീട്ടിൽ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് തെങ്ങുകൾ ഒത്തിരിയുണ്ട്. പച്ചക്കറി പറയുകയാണെങ്കിൽ പടവലം, പാവൽ, വെള്ളരി, കോവയ്ക്ക, വെള്ളരിക്ക, മുളക്, എല്ലാ കാര്യങ്ങളും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ഈ താമസിക്കുന്ന മധ്യവിഭാഗങ്ങൾ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാ പച്ചക്കറികളിലും ഇവിടെ തന്നെ കൃഷി എടുക്കും. അതുപോലെ കണ്ടം കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 8ാം ക്ലാസ് മുതൽ ഞാനും അച്ചായൻ്റെ കൂടെ കൃഷി കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠനകാലങ്ങളിൽ താല്പര്യം കുറവായിരുന്നതുകൊണ്ട് കൃഷിയിൽ അച്ചായൻ്റെ കൂടെ പോവുകയും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും 2-3 പണിക്കാർ ഉണ്ട്, 5-6 പശുക്കളുണ്ട്. ഇതിനെയൊക്കെ നോക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ രാവിലെ കാലങ്ങളിൽ ഞാനും അച്ചായൻ്റെ ഫാദറും കൂടി ഒരുമിച്ചിരുന്നാണ് ഈ പശുക്കളെ കറക്കുന്നതും. കറന്നു കഴിഞ്ഞിട്ട് സൈക്കിളിൻ്റെ പുറകിൽ ഈ പാല് വെച്ച് കെട്ടി മുണ്ടിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കൃഷി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈവൻ ഞങ്ങൾക്ക് തൈരിൻ്റെ ഒരു കച്ചവടം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ തൈര് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കിലല്ല കൊടുക്കുന്നത്. ഈ പാള തലേന്ന് രാത്രി തന്നെ പാള ഇങ്ങനെ ഒരു ബാഗ് പോലെ ആക്കി അതിൻ്റെ അകത്ത് തൈര് ഒഴിച്ച് കെട്ടി, അതൊക്കെ രാത്രിയിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പിറ്റേ ദിവസം ചന്തയിലേക്ക് പോകുവാൻ വേണ്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം ചെയ്ത് ചന്തയിൽ കൊണ്ട് സാധനം വിറ്റിട്ട് തിരിച്ച് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ടൊക്കെ തിരിച്ചു വരുമായിരുന്നു. അത് കഴിഞ്ഞ് പണിക്കാരുടെ കൂടെ പോയി നല്ലോണം പണി ചെയ്യുമായിരുന്നു. അത് പറമ്പിലെ പണിയായാലും കണ്ടത്തിലെ പണിയായാലും അച്ഛൻ അവരുടെ കൂടെ കിടന്ന് അധ്വാനിക്കുമായിരുന്നു. സകലത്തിൻ്റെയും ഇടവിനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോട് കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം. ഈ ഫാമിലിക്ക് വന്നപ്പം ഒരു വലിയ കാര്യം ഞാൻ കണ്ടത് പ്രയർ ലൈഫ്. പപ്പയും മമ്മിയും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. സോ അത് ഒരു ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു. എനിക്കെന്തെങ്കിലും പ്രയാസം വന്നാലും ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഫഷണലായ കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, എനിക്ക് എല്ലാ വർഷം മെഡിക്കലുണ്ട്. ആ മെഡിക്കലിന് മുൻപേ അമ്മ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതൊരു ഗ്രേറ്റ് എൻകറേജ്മെൻറ്റ്. അല്ലാതെ ഫ്ലൈയിങ് ജോബ് ഇറ്റ്സ് ടഫ് ജോബ്, ബട്ട് സ്റ്റിൽ ഐ നോ ഐ ഹാവ് ദ പ്രേയേഴ്സ് ഓഫ് മൈ ഇൻ-ലോസ് and my parents, and that's the reason I fly safely. അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ ഒരു ആത്മായ ശുശ്രൂഷനായിരുന്നു 40-45 വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മധുബായിലുള്ള പ്രാർത്ഥന ഒക്കെ ആയിരിക്കും അച്ഛനെ ഈ 90ാമത്തെ വയസ്സിലും ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഈ അച്ഛനില്ലാത്തപ്പോൾ അച്ഛൻ മധുബായിലല്ലാത്ത പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത്. അന്നേരം ആ പ്രാർത്ഥന, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുത് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അന്നേരം അത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ കണ്ടം ഇടറുമായിരുന്നു. അപ്പോൾ അതുപോലെ മനസ്സുരുകിയായിരുന്നു അച്ഛനെ പള്ളിയിലെ ശുശ്രൂഷയും അച്ഛനെ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഈ കാര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തിക വിഷയങ്ങളിലും കൂട്ടായ്മ അനുഭവിപ്പാനുള്ള ദർശനവും മനസ്സും നിന്റെ മക്കളിൽ നിന്ന് വളർത്തണമേ. ഞാൻ ഒറ്റ മോളായിരുന്നു. അന്നേരം ഇച്ചിരി ലാളനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. ആ ഒരു അടി എന്നെ അടിച്ചിട്ടുള്ളൂ. അത് വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചായ ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ നോക്കി പുറകിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഒരു കൊതുമ്പ് എടുത്തുകൊണ്ട് വന്ന് എന്നെ അടിച്ചു.
അതുമാത്രമേ എനിക്ക് ഓർമ്മയായിട്ടുള്ളൂ, അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്നതൊക്കെ ആയിട്ട്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, നിങ്ങളുടെ സഹോദരങ്ങളെല്ലാം എന്ത് വന്നാലും ഒന്നിച്ച് ജീവിക്കണം. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യപ്പെടങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉള്ള. അപ്പം അമ്മയുടെ ആഗ്രഹമായിരുന്നു, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ പാടില്ല. അത് സ്നേഹത്തിൽ വേണം കഴിയാനായിട്ട്. സഹോദര സ്നേഹം ഉണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് എന്താവശ്യമുണ്ടെങ്കിലും സഹകരിക്കണം, സഹായിക്കണം. അപ്പോൾ അത് അമ്മയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ മക്കൾ 3 പേരാണ്. ഒരാൾ സൗദി അറേബ്യ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കേംബ്രിഡ്ജിൽ, പെങ്ങൾ ഡൽഹിയിലും. അപ്പോൾ അവധി കിട്ടുമ്പോൾ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യും, ഒന്നിച്ച് ഈ സമയത്ത് വരണം, ഏത് സമയത്ത് ഉണ്ടാവും, എപ്പോഴാണ് വരേണ്ടത്. മക്കളും ഒന്നിച്ച് കൂടാനും ഒന്നിച്ച് പലപ്പോൾ സിബ്ലിങ്സ് പലപ്പോഴും അറിയത്തില്ല, സഹോദരങ്ങളുടെ മക്കളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളില്ലാതെ വരുന്ന കാലമാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മക്കളെ ഒന്നിച്ച് ഇവിടെ മൊബൈൽ പോലും ഞാൻ മാറ്റിവെക്കും. മൊബൈലും ലാപ്ടോപ്പും ഇനി ഒന്നും പിള്ളേരെടുക്കാതെ അവർ തന്നെ ഇത് ഒന്നിച്ച് സംസാരിക്കാനുള്ള അവസരം കൂടുതലുണ്ടാവണമെന്ന് ഞാൻ പറയും. പിന്നെ എനിക്ക് പറയാനുള്ള, ഈ അച്ഛനും അമ്മയും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മെയിന് അവരുടെ ദാമ്പത്തിക ജീവിതം കാണിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞതാ, അവർ രാത്രി മൊത്തം ഇരുന്ന് വർത്തമാനം പറയും, മൊത്തമല്ല അവർ ഉറങ്ങുന്നിടം വരെ. അപ്പോൾ എന്നോട് ചോദിക്കും, അമ്മ ഇവരെന്തോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇന്ന് ഞാനും ഭാര്യയുമായിട്ട് പിണങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം വരെ ആ പിണക്കം നീണ്ടു പോകാറുണ്ട്. പക്ഷെങ്കിൽ അന്നും എവരി തലേദിവസം വൈകിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ സ്നേഹമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് മുന്നിലേക്കുന്നത്. അപ്പോൾ അമ്മ അച്ഛന് വേണ്ടി പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അവരിന്നും നല്ലൊരു റിലേഷനിലാണ് ജീവിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിനും അതൊരു മാതൃകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു, പ്രത്യേകിച്ച് ഞങ്ങളുടെയും മക്കളൊക്കെ ആ ഒരു ഏജ്, പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ ആ സമയമൊക്കെ ആയപ്പോൾ അച്ഛനൊരു ടെൻഷൻ ഇല്ലായിരുന്നു? നാച്ചുറലി പേരൻസിനൊക്കെ മക്കളെ ആ ഒരു ഏജ് ആകുമ്പോൾ പിള്ളേരെ പറ്റിയൊക്കെ ഉള്ളൊരു പ്രയാസം പറഞ്ഞ്, അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു മോളെ, ഞാൻ ദൈവത്തിൻ്റെ കൈ കൊടുത്തു, ദൈവം എനിക്ക് 3 വേറെ മക്കളെ തന്നു. ഈ വന്ന മക്കളും 3 പേരും അച്ഛനെ ഒത്തിരി സ്നേഹിക്കുകയും അച്ഛനെ ഒത്തിരി കരുതുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതിന് ഞാൻ എന്നും ദൈവത്തോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്റർ ഇൻ ലോസിനെ അവർ ഒരിക്കലും ഒരു മരുമോളായിട്ടല്ല എൻ്റെ പേരൻസ് കണ്ടുകൊണ്ടിരുന്നത്, മക്കളായിട്ട് തന്നെ വീട്ടിൽ അംഗീകരിക്കുകയും പിന്നെ അവർക്ക് വേണ്ടുന്ന ഒരു ഫ്രീഡവും അവർക്ക് വേണ്ടുന്ന പ്രൈവസിയും ഈ 2 മാതാപിതാക്കളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അച്ഛനുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധമാണ്. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എപ്പോഴും വിളിക്കുകയും ഞങ്ങളുടെ കാര്യം കളഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകും എപ്പോഴും. അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ നേച്ചർ, അത്രയാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, നമ്മളൊരു അത്രയും വലിയ വരുമ്പോഴത്തേനും നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ അധികം നാൾ ഇവിടെ നിന്നിട്ടില്ല, ഞാൻ വെളിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 2 ആഴ്ചത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വർഷത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ വരാറുള്ളൂ. ഞാൻ നാട്ടിൽ 1.5 വർഷമേ നിന്നിട്ടുള്ളൂ. അത് ഞാൻ പുഷ്പഗിരി നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പം രാവിലെ 5:30 ആകുമ്പം പോകണം. അപ്പം ഇരുട്ടാണ്. അപ്പം തന്നെ പോകണ്ടെന്ന് പറഞ്ഞ് മക്കളെ കൊച്ചു സാളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലെ എന്നെ വയ്യായെങ്കിൽ പോലും എന്നെ അവിടെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടിട്ടാണ് അച്ഛൻ തിരിച്ചു പോരാറ്. അതിലൊരു ബുദ്ധിമുട്ടും വയ്യായെങ്കിൽ പോലും അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ എണീക്കാൻ താമസിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ ആ കറക്റ്റ് സമയമാകുമ്പം റെഡിയായിരിക്കും. അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് വളരെ സ്നേഹവും കരുതലുമാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യും. ഞങ്ങളുമായിട്ട് കൂടുതൽ വർത്തമാനം പറയുകയും ജോക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ആളാണ്. എൻ്റെ ഫാദറിനെക്കാട്ടി കൂടുതൽ അടുപ്പം എനിക്ക് അച്ഛനുമായിട്ടാണ്. എൻ്റെ ഫാദർ അധികം സംസാരിക്കുന്ന ആളല്ല.
ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും വർത്തമാനം കുറവാണ് എൻ്റെ ഫാദർ. അതിലും കൂടുതൽ സംസാരിക്കുന്നത് അച്ഛനുമായിട്ടാണ്. അച്ഛനെ ഞാൻ ആദ്യം കാണുന്നത് എന്നെ പെണ്ണ് കാണാൻ വന്ന അവസരത്തിലാണ്. അപ്പം അതിനകത്ത് എല്ലാവർക്കും ചായ കൊടുക്കുന്ന ഒരവസരത്തിൽ അച്ഛന് അതിൽ ഏറ്റവും മൂത്തയാൾക്ക് ചായ കൊടുക്കാൻ എന്നെ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു ഇതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. കാരണം ആ ഒരു അവസരത്തിൽ പോലും എന്നെ അത്രയും കരുതലോടെ ഒരു പിഴവൻ്റെ അടുത്ത് വരരുത് എൻ്റെ അടുത്തു നിന്ന് വരരുതെന്നുള്ള അത്രയും കരുതലോടുകൂടിയാണ് ആ ഒരു നിമിഷം മുതൽ അച്ഛൻ കരുതിയിരുന്നത്. ആ ഒരു സ്നേഹവും കരുതലും ഇപ്പോഴും അച്ഛൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ ആലോചിച്ചത്, എന്നോട് ഈ പറഞ്ഞില്ലേ ഈ പഠിക്കാമെന്ന് അപ്പൻ പറയത്തില്ല, അപ്പം പിന്നെ വിദ്യാഭ്യാസം ആലോചിക്കത്തില്ല. അപ്പം പറയും പഠിച്ചെങ്കിൽ മാത്രം ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം പഠിക്കണമെന്നുള്ളത് അപ്പൻ്റെ വിദ്യാഭ്യാസം ആലോചിച്ചത് പലപ്പോഴും ഞങ്ങൾക്കിവിടെ ഈ പറമ്പുകളുണ്ട്. അപ്പോൾ ആ പറമ്പുകളിൽ ഈ പശുവിനെ കൊണ്ട് തീറ്റാനും അല്ലെ രാവിലെ ഇവിടുന്ന് അതിനുള്ള കുടി കൊടുത്തിട്ട് അഴിച്ചുകൊണ്ട് പോകുമ്പോഴും പലപ്പോഴും ഞങ്ങളുടെ എല്ലാം ബന്ധുക്കൾ 10-30 വീടെടുത്ത എല്ലാം കുടുംബ വീടുകളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഏരിയയുള്ള മുഴുവൻ വീടുകളും 5 അപ്പന്മാരായിരുന്നു, അവരുടെ മക്കളും കൊച്ചുമക്കളും താമസിക്കുന്നത്. പലപ്പോഴും നിൻ്റെ അപ്പൻ്റെ കൂട്ടാകാരൻ നീ വിദ്യാഭ്യാസം ചെയ്യണം. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചു അപ്പൻ്റെ വിദ്യാഭ്യാസം എന്താണ്. എല്ലാവരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും വിദ്യാഭ്യാസമായിട്ട് അപ്പനിവിടെ പശുവിനെ വളർത്തുന്നു, ചുമട് ചുമക്കുന്നു, അല്ലെ മണ്ണിൽ വെട്ടിക്കളച്ച് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വിദ്യാഭ്യാസം ചെയ്ത പോലെ ആകരുതെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചു. എന്നാൽ വീണ്ടും ഞങ്ങളത് ചിന്തിക്കാതെ ചേട്ടനായാലും ഞാനായാലും ഈ കൃഷിയും അതുമായിട്ട് മൃഗസമ്പത്തുകളിലെയും മൃഗത്തിൻ്റെയും ഈ കോഴിയും അല്ലെങ്കിൽ പശുവും കിടാവും ആടും അങ്ങനെയുള്ള എല്ലാ കാര്യം കൃഷിക്കകത്തും എല്ലാം ഇൻവോൾവ് ആണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളോട് നമ്മൾ കുട്ടികളെ താമസിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും മാതാപിതാക്കൾ അവർക്ക് കൊടുക്കും. ഒരുപക്ഷെ ഞങ്ങളെ അവർക്ക് ബോർഡിങ് കൊണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമായിരുന്നു. ഈവൻ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്തും അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നതാണ്. പക്ഷേങ്കിൽ അവർ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കാരണം ഞങ്ങളുള്ള വാത്സല്യവും ഞങ്ങളുള്ള സ്നേഹവും കൂടാതെ മാതാപിതാക്കളോട് അവർക്ക് വാർദ്ധക്യകാലത്ത് കഴിയണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അച്ഛൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെടാഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എനിക്ക് പലപ്പോഴും പ്രയാസം തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛനും നല്ലൊരു ജോലിക്കാരനായി തീരേണ്ടതാണല്ലോ, എൻ്റെ അച്ഛനും ഞങ്ങൾക്കിടെയും സിറ്റുവേഷൻ ഇതിലും ഒരു നല്ലതാകണമല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവർ കുത്തുവാക്കായിട്ട് പറഞ്ഞിട്ടില്ല, നോക്ക് തങ്കച്ചാൻ ഇത്രയും പഠിച്ചു എന്നിട്ട് നോക്ക് ചുമടും ഒക്കെ ചുമ്മിക്കൊണ്ട് നടക്കുക, ഇങ്ങനൊരു അവസ്ഥയായി പോയല്ലോ തങ്കച്ചാൻ. അതുപോലെ എൻ്റെ അമ്മ പുറത്ത് നേഴ്സായിരുന്നു, അമ്മ ഈ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞ് അമ്മ ജോലി ചെയ്തില്ല. അപ്പം അമ്മയുടെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരും പറയും അയ്യോ ഇങ്ങനെ വന്നല്ലോ റബായിക്കായ്ക്കൊരു സ്ഥിതിന്ന്. അപ്പോൾ ആ സമയത്തും പിന്നെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പം എനിക്കതൊക്കെ ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിട്ട് എനിക്ക് തോന്നുന്നു, ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ടും തോന്നുന്നു. അവർ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പച്ചനെ അമ്മച്ചിയെ നോക്കുവാനും പിന്നെ ഞങ്ങളെ ഒരു നല്ല രീതിയിൽ വളർത്തുവാനുമായിട്ട് സാധിച്ചു. അങ്ങനെയാണ് വിചാരിച്ചു അപ്പനെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ ഈ നാട് വിദ്യാഭ്യാസം. പിന്നെ എൻ്റെ പ്രീഡിഗ്രി ചോദിച്ചുകൊണ്ട് ഈ അപ്പൻ എന്തൊരു പൊട്ടനാണ്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഗൾഫിൽ ജോലി ചെയ്യാമായിരുന്നു, അമേരിക്ക പോയി. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ അന്ന് ഗൾഫിൽ പോയിട്ട് ഇവിടെ വന്ന് നല്ല രീതിയിൽ വലിയ 10,000-2,000-3,000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വെക്കുന്നു. അവരുടെ മക്കളെ ഉപരിപഠനത്തിനായിട്ട് കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. പൈസ കൊടുത്താലും അന്ന് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആ പൈസ കൊടുത്ത് അവരെ വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അപ്പനെ വേണമെങ്കിൽ അന്ന് പോയായിരുന്നു, ഞങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ വേണമെങ്കിൽ പോയി പഠിക്കാമായിരുന്നു. അപ്പോൾ എന്തോ ഒരു മണ്ടത്തരമായി കാണിച്ചേക്കുന്നത്, ഇത്രയും മണ്ടത്തരം കാണിക്കാൻ പാടുണ്ടോ. അമ്മയാണെങ്കിലും വെല്ലൂർ പോയി പഠിച്ചത് അന്ന് നേഴ്സായിട്ട് വിദേശങ്ങളിൽ പോയി ജോലി ചെയ്തു. അപ്പോൾ അന്ന് അവർക്ക് അമ്മയ്ക്കും വേണേൽ ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പൻ ഇവിടെ തന്നെ ഒരു ഗസറ്റ് ഓഫീസർ റാങ്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാമായിരുന്നു, പെൻഷൻ മേടിക്കാമായിരുന്നു. അമ്മയ്ക്കും വേണമെങ്കിൽ നല്ല ഇവിടെ തന്നെ കേരളത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാമായിരുന്നു. ഞാനാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജോലിക്ക് പോകാനാണ് ഞാൻ ശ്രമിക്കുക. കാരണം അച്ഛനും അമ്മയുടെ ഒരു കാലഘട്ടത്തിൽ നിന്നും വേറൊരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നതും, വേറൊരു രീതിയിലാണ് ഞാൻ വളർന്നതും. എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതായിരുന്നു. എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പഠിച്ചതും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു ജോലിക്ക് പോകുമായിരുന്നു. അതായത് ഇപ്പം നേഴ്സിംഗ് ആണ് ഞാൻ പഠിച്ചത്. തീർച്ചയായിട്ടും ജോലിക്ക് പോകാൻ ഇവിടെ വന്നപ്പോഴും അച്ഛനും അമ്മയും ജോലിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം തന്നു.
അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ജോലിക്ക് പോകാതിരുന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ. അപ്പം അച്ഛൻ പറയുന്നത് അച്ഛന് ജോലി പോകാതിരുന്നതിൽ വിഷമമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അച്ഛൻ. അതുകൊണ്ട് ഈ ഉള്ളതുകൊണ്ട് സന്തോഷമായിരുന്നു എന്നാണ് അച്ഛൻ പറയാറുള്ളത്. എൻ്റെ അപ്പൻ എന്നതായിരുന്നു, എൻ്റെ വലിയപ്പൻ എന്നതായിരുന്നു പറയാൻ പലരും മടിക്കും. ഞാൻ ഓർക്കും നമ്മുടെ എല്ലാം പൂർവികരുടെ ചരിത്രമെടുത്ത എല്ലാവരും സാധുക്കളായിരുന്നു. ആരും ഇവിടെ വലിയ സമ്പത്തുള്ള നമ്മുടെ കൂട്ടങ്ങളില്ല. അപ്പോൾ അവരെ എന്താണ് എൻ്റെ അപ്പൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ മടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് അപ്പൻ പോകാതിരുന്നത് ഏറ്റവും നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. പലപ്പോഴും അന്ന് ആ രീതിയിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന മറ്റുള്ളവർ നമ്മൾ ഓർക്കാറില്ല. ഞാനിവിടെ നാട്ടിൽ വരുമ്പോഴും പലപ്പോഴും ഈ ആതുരാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്, ഇല്ലെങ്കിൽ തിരുവനന്തപുരം RCC പോകാറുണ്ട്, അപ്പം രോഗികളെ കാണാൻ പോകാറുണ്ട്. എനിക്ക് പ്രായമുള്ളവരെയും വലിയ ഇഷ്ടം. എന്തുകൊണ്ടാണ് നമ്മളിലുള്ള അഹങ്കാരം എന്ന് പറയാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ നമ്മളെക്കാൾ നമ്മളെപ്പോഴും മുകളിലോട്ട് നോക്കാതെ താഴെയോട്ട് നോക്കുകയും രോഗികളെ കാണുകയും അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവരെ കാണുകയും കാഴ്ചയില്ലാത്തവരെയും കേൾവിയില്ലാത്തവരെയും ബുദ്ധി കുറഞ്ഞവരെയും അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്തവരെയും ഒക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് കാണുമ്പോഴും നമ്മുടെ നന്മ അന്നേരം നമ്മൾ ഓർക്കുകയുള്ളൂ. ഇതൊക്കെ എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പോകുമ്പോൾ ഈ വിസിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഹോളിഡേയ്സിന് നമ്മൾ പലപ്പോഴും ഗോവയും അല്ലെങ്കിൽ കന്യാകുമാരിയും അല്ലെങ്കിൽ തേക്കടിയും മൂന്നാറും വയനാടും ഒക്കെ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ആശുപത്രിയിൽ പോയി കാണും. ഗവൺമെൻറ് ചുമ്മാ അതിനകത്ത് കയറി ഒന്ന് നടക്കണം. അന്നെങ്കിലും നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഈ അവസ്ഥയ്ക്ക് നമുക്ക് വേണേ ആകാവുന്നവരായിരുന്നു, നമ്മൾ ആ രീതിയിൽ ജനിക്കേണ്ടവരായിരുന്നു, ആ രീതിയിൽ നമുക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ മെച്ചം കൊണ്ടല്ല, എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരാൾക്കൂടെ നമുക്ക് കിട്ടിയ നന്മകൾ ഷെയർ ചെയ്യാൻ വേണ്ടി. സാമൂഹിക ജീവിയായിരിക്കും, പക്ഷേ ഇതൊക്കെ അപ്പൻ പഠിപ്പിച്ച പാഠങ്ങളാണ്. കൃഷി നിർത്താനുള്ള മെയിൻ കാരണം പിതാവിന് അസുഖമായിരുന്നു ഒരു അവസാന കാലഘട്ടമായപ്പോഴത്തേക്ക്. അപ്പോൾ അസുഖമായി, അപ്പം പശുവിനെ വളർത്തരുതെന്ന് വൈദ്യം പറഞ്ഞു. കാരണം അത് അലർജി അസുഖങ്ങളായിട്ട് മാറി, വാദം തുടങ്ങിയ അസുഖം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി അന്ന് ഈ പശുവിനെ വളർത്തുന്ന ബാക്കി കൃഷികൾ നിർത്താൻ വൺ ഓഫ് ദി റീസൺസ്, കാരണങ്ങളൊന്നെന്ന് പറയുന്നത്. അച്ഛന് ഈ വീടിന് വേണ്ടി ഇത്രയും അധ്വാനിക്കുമ്പോഴും അച്ഛന് പലവിധമായ അസുഖങ്ങൾ അച്ഛനുണ്ടായിരുന്നു. മെയിൻലി അച്ഛന് ആർത്രൈറ്റിസിൻ്റെതായ പല പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ 95 മുതൽ അച്ഛൻ ഇങ്ങനെ സോറിയാറ്റിക് ആർത്രൈറ്റിസായി. അപ്പോൾ അതുമൂലം അത് ഇതുവരെ നമ്മൾ കാണാത്തൊക്കെ ഒരു രോഗമാണ്. മുടി മുതൽ കാല് വരെ ഇങ്ങനെ ചെതുമ്പൽ പോകുന്ന പോലെ അച്ഛൻ്റെ സ്കിൻ ഇങ്ങനെ ഇളകി പോവുക. അച്ഛൻ ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് തൂത്ത് കൂട്ടാം, ഒരു കപ്പിൻ്റെ അകത്ത് കിട്ടുന്ന അത്രയും തൊലി ഇങ്ങനെ ഇളകിപ്പോകും. ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ ബ്രദേഴ്സ് അച്ഛന് വേണ്ടി ഇങ്ങനെ അച്ഛനെ കൊണ്ട് നടന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള, ഞാനൊരു അതിശോക്തിയായിട്ട് പറയുമല്ല, അത്രയും അവർ ട്രാവൽ ചെയ്ത് അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ്, അച്ഛൻ്റെ രോഗം ഒന്ന് സൗഖ്യമാക്കാൻ വേണ്ടി ആരൊക്കെ കാണാമോ അതെല്ലാം അവർ കണ്ട്. ഇപ്പോൾ അച്ഛൻ ഒന്ന് കുറഞ്ഞിരിക്കുക. ഇപ്പോഴും പിന്നെ ഈ ക്ലൈമറ്റൊക്കെ മാറുമ്പോൾ അച്ഛന് ചെറിയ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും ഓക്കെ ആയിട്ട് അങ്ങ് പോവാണ്. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് 3 പെൺമക്കളാണ്. അവരുടെ പഠനവും അവരുടെ ഭാവി കാര്യങ്ങളും ഓർക്കുമ്പോൾ എനിക്ക് ജോലി കളഞ്ഞ് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യം എനിക്കിപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് തിരിച്ചു വന്ന് അവരെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭ്യമല്ല. അല്ല, എനിക്ക് കുഞ്ഞുങ്ങൾ പഠനം കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് താല്പര്യപ്പെടുന്നു. ബൈബിളിൽ ഇയ്യോബിൻ്റെ പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ ത്വക്ക് രോഗമായിരുന്നു. അപ്പോൾ ആ ത്വക്ക് രോഗത്തിലും അദ്ദേഹം ഇങ്ങനെ ഓട്ടുകഷ്ണം ഇട്ട് ഇങ്ങനെ ചിരണ്ടുന്ന ഒരു ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ഇളം വെയിലിരുന്ന് എണ്ണ തേച്ച് കുറേ നേരം അവിടെ ഇരിക്കണം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്ത് പോയി അച്ഛനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഓട്ടും കഷ്ണമോ കല്ലും കഷ്ണമോ ഒക്കെ ഇട്ട് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നു. പക്ഷേ അച്ഛൻ അതിനെ ഒത്തിരി ശാന്തതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് അച്ഛൻ അത് കടന്നു കിട്ടി. അവർക്ക് കൂടെ ഇല്ലോ എന്നുള്ള രീതിയിലല്ല അവർ പറയുന്നത്. ഞങ്ങൾക്ക് ചില അസുഖം വരുമ്പോൾ ഞങ്ങൾക്ക് ആരുണ്ടെന്നുള്ള ചോദ്യം അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, അച്ഛാ ഞാൻ പിന്നെ തിരിച്ച് വരട്ടെ, അല്ലെ അമ്മ ഞാൻ തിരിച്ച് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത്, മോനെ നിങ്ങൾക്ക് 2-3 കുഞ്ഞുങ്ങളാണ്, അവരുടെ ഭാവി വരുന്നതേ ഉള്ളൂ, നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കുക, ഇപ്പം ഞങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങളുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കാനാണ് അവർ സാധാരണ ഞങ്ങളോട് പറയാറുള്ളത്. അച്ഛൻ ചെയ്ത അച്ഛൻ്റെ ജീവിതത്തിനൊക്കെ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാനും എൻ്റെ സഹോദരനും എൻ്റെ പെങ്ങളും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർക്ക് തിരിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അളിയൻ
എനിക്കൊരളിയനാണുള്ളത്. പുള്ളി ഇൻഡിഗോയിൽ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നു. പുള്ളി ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ വരുമ്പം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പെങ്ങളെ പറഞ്ഞു വിടുന്നത് അളിയനാണ്. ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് അളിയൻ ഞങ്ങളുടെ അച്ഛനെയും അമ്മയും വിളിച്ചിരിക്കും. അവർക്ക് വേണ്ടിയ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ അളിയനോടും വളരെ താങ്ക്ഫുള്ളാണ്. എൻ്റെ മദർ ഇൻ ലോ സൗദിയിലൊരു നേഴ്സായിരുന്നു. മമ്മിക്ക് വേണേൽ അവിടെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ മമ്മിയുടെ റെസ്പോൺസിബിലിറ്റി, പപ്പായുടെ കൺസേൺ ഫോർ ദ ഫാമിലി ഒക്കെ അറിഞ്ഞിട്ട് മമ്മി തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് മമ്മി മക്കളെ നോക്കി, മമ്മിയുടെ അമ്മായിയമ്മയെ നോക്കി. അമ്മച്ചി അന്നത്തെ കാലത്തൊരു 7 വർഷം ബെഡ് റിഡൻ ആയിരുന്നേ. മമ്മിയുടെ മദറിലോ ടേക്ക് കെയർ ചെയ്തു. അതൊക്കെ എൻ്റെ ഭാര്യയുടെ ആങ്ങളമാർ, അവർക്കൊക്കെ അത് ഒരു വലിയ കാര്യമായിരുന്നു. പഠിക്കാനും ആ കൺസേണും കെയറും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ കുടുംബത്തിനും അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ ജീവിതവും അമ്മ ഈ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ജോലി നല്ല രീതിയിൽ സൗദിയിലെ ഏറ്റവും നല്ല കമ്പനി അരാംകോ, അറേബ്യൻ അമേരിക്കൻ കമ്പനീൻ്റെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ജോലി വേണ്ട എന്ന് വെച്ചിട്ട് നാട്ടിൽ വരികയും നാട്ടിലെ അച്ഛനോടൊപ്പം ഒന്നിച്ചിവിടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം കൃഷിയോടൊപ്പം തന്നെ ജീവിച്ചത്. അതൊരു വലിയ സാക്രിഫൈസ് തന്നെ. ഇന്നും 85, 80, 86 വയസ്സുള്ള ആണ് സുഹൃത്തുക്കളെ കൂടെ പഠിച്ചത് പറഞ്ഞത്. അപ്പോൾ അവരോട് ഇന്നും അവർ ബന്ധം കീപ്പ്, അവരെല്ലാം ഇന്ന് പല രാജ്യങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലി അവരുടെ ഇന്ന് അവർ വേറൊരു രാജ്യത്ത് വേറെ ലൈഫിൽ അവർ ജീവിക്കും. പക്ഷേ ഇന്ന് അമ്മയ്ക്കും ഉള്ളൊരു സന്തോഷം, അതിനകത്ത് ഒരു ദുഃഖവുമില്ല. ഇതിപ്പോഴും ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചു, ഈ ഒരു ജോലിക്ക് പോകാൻ ദുഃഖമുണ്ടോ? ഒരു ദുഃഖവുമില്ല. കാരണം ഇവിടെ ഇന്ന് അമ്മച്ചിക്ക്, പ്രായമുള്ള അമ്മച്ചി 10 വർഷത്തോളം കിടപ്പായിരുന്നു. ആ സമയത്ത് ഒരു നേഴ്സായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇന്ന് വേറെ ഒരു ജോലിക്കാരെയും വെക്കാതെ ഫുൾ ടൈം 24/7 365 ദിവസവും അമ്മച്ചിയെ 4-5 വർഷം ബെറ്ററായിട്ട് നോക്കിയതും അമ്മ തന്നെയാണ്. അത് വളരെ സന്തോഷത്തോടെ ഒരു സാക്രിഫിഷ്യൽ ലൈഫ് തന്നെ അമ്മയുടെ വേണേൽ പറയാൻ പറ്റും. അന്ന് അമ്മയ്ക്ക് 70 വയസ്സുണ്ട്. ആ 70ാമത്തെ വയസ്സിൽ ഈ ബെഡ്റിഡനായിട്ടുള്ള അമ്മച്ചിയെ അമ്മ പരിപൂർണമായിട്ട് നോക്കി. അതിന് നമുക്ക് ഒരു കുറവും പറയാനൊക്കത്തില്ല അമ്മച്ചിയെ നോക്കിയ കാര്യത്തിൽ. അതൊക്കെയും ഞങ്ങൾക്കൊരു മാതൃകയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ അവധിക്ക് വന്നപ്പോൾ ഈ അമ്മച്ചി പകൽ കിടന്ന് ഉറങ്ങും. സന്ധ്യ ആകുമ്പോൾ ഒരു 6 മണിയാകുമ്പോഴും അമ്മച്ചി ഉണരുന്നത്. അപ്പോൾ ഈ പകൽ അമ്മ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കും, അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യും. ഇത് 6 മണിക്ക് സന്ധ്യയ്ക്ക് എഴുന്നേറ്റ് രാവിലെ പിന്നെ ഒരു 6 മണിക്ക് അമ്മച്ചി പിന്നെ ഉറങ്ങാൻ പോകുന്നത്. അപ്പം നമ്മളും ആ സമയത്ത് പലപ്പോഴും ഉണർന്നിരിക്കണം. പിന്നെ അമ്മച്ചിയുടെ അന്നത്തെ കാലത്ത് ഇത്രയും ഡയപ്പേഴ്സ് ഒന്നും ഇല്ലാഞ്ഞൊരു സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ തുണികളെല്ലാം കളയുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവധിക്ക് വന്നപ്പോൾ രാത്രി 12 മണിക്ക് അമ്മ അതെല്ലാം ക്ലീൻ ചെയ്ത് പുറകിൽ കൊണ്ട് കളയുന്നു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ദേഷ്യം വരത്തില്ല ഈ 12 മണിക്ക് ഈ പണി ചെയ്യുന്നത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നും ഞാൻ ഓർക്കുന്നത്, മോളെ നീ ഒരിക്കലും അത് പറയരുത്. ആ അമ്മച്ചിയാണ് നമ്മളെ ഈ സ്ഥാനത്താക്കിയത്. അപ്പോൾ അമ്മച്ചിയെ ശുശ്രൂഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും അതിനൊരു ഇത് പറയരുത്. നിനക്കും ഇങ്ങനെ ഒരു അവസരം വന്നാൽ നീ അത് ചെയ്യണം. ഇപ്പം എൻ്റെ മദർ ഇൻ ലോയെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞ 7 മാസക്കാലം. മമ്മിക്ക് ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എല്ലാ ദിവസവും എന്നെ വിളിച്ച് എന്നെ ധൈര്യപ്പെടുത്തുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലിരുന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നത്. ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അന്ന് അമ്മ തലേന്ന് വീട്ടിലോട്ടൊന്ന് പോയി അമ്മയ്ക്ക് കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പച്ചൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നീ എവിടെ പോയത്? അപ്പോൾ പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമായിരുന്നു. അപ്പം പറഞ്ഞു, ഇനി നീ എന്നെ ഇട്ടിട്ട് പോകരുത്. അപ്പച്ചന് ഓൾറെഡി വേറെ സ്വന്തം 4 പെമ്മക്കളുള്ള ഇതിൽ ഉണ്ട്. എന്നിട്ട് പോലും എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ എന്നെ ഇനി ഇട്ടിട്ട് പോകരുതെന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പച്ചനെ ഇങ്ങനെ താങ്ങി പിടിച്ച് ബെഡിൽ ഇരുത്തിയപ്പോൾ അപ്പച്ചൻ അമ്മയുടെ കയ്യിലോട്ട് മറിയുമായിരുന്നു. അങ്ങനെ അപ്പച്ചൻ മരിക്കുന്നത്. നമ്മൾ ഫോർ ദ സക്സസ് ഓഫ് എവരി മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയും. എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ്റെ ഒരു വിജയം ഉണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ബലമെന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെയാണ്. ഒരു തത്വം.